വാർത്തകൾ തുടർന്നു നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ കേസെടുക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി. കേസിൽ DGPയെ കക്ഷി ചേർത്തു. പ്രത്യേക സംഘം സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ എന്ന് കോടതി. 1.5 മാസത്തിനകം മുദ്രവെച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണം. അന്വേഷണ കാലയളവിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും നിർദ്ദേശം. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ടോൾ നിരക്ക് കുറയ്ക്കുന്നതിൽ നിലപാടറിയിക്കാൻ സാവകാശം തേടി കേന്ദ്രം. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കി ED. കോയമ്പത്തൂർ റാക്കറ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം. കള്ളപ്പണ ഹവാല ഇടപാടുകൾ ഉണ്ടോ എന്ന സംശയം. കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ED. കണ്ണൂർ തളിപ്പറമ്പിലുണ്ടായ തീപിടുത്തത്തിന്റെ പ്രഭവ കേന്ദ്രം ട്രാൻസ്ഫോമർ അല്ലെന്ന KSEB. തീപിടിച്ചത് 1-ാം നിലയിലെ ചെരുപ്പ് കടയിൽ നിന്നാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 12 കടകൾ പൂർണ്ണമായും 40 കടകൾ ഭാഗികമായും കത്തിനശിച്ചു. 50 കോടിയോളം രൂപയുടെ നഷ്ടമെന്ന പ്രാഥമിക വിലയിരുത്തൽ. MLAയുടെ നേതൃത്വത്തിലുള്ള യോഗം ഉച്ചകഴിഞ്ഞ്. ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് അംഗീകാരം നൽകി ഇസ്രായേൽ മന്ത്രിസഭ. വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരും. തിങ്കളാഴ്ചയോടെ ബന്ദികളുടെ കൈമാറ്റം ആരംഭിക്കുമെന്നും സൂചന. ഗാസയിലെങ്ങും ആഘോഷ പ്രകടനങ്ങളുമായി പലസ്തീൻ ജനത. അഭയാർത്ഥി ക്യാമ്പുകളിൽ മധുരം വിതരണം ചെയ്ത ജനങ്ങൾ. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. പുരസ്കാര പ്രഖ്യാപനം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30-ക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ, മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ എന്നിവർ സാധ്യതാ പട്ടികയിൽ. ട്രംപിന് പുരസ്കാരം കിട്ടുമോ എന്നതിൽ ആകാംക്ഷ. വാർത്തകൾ വിശദമായി.